ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ എല്ലാവരും ഇന്ന് നേരത്തെ എണ്ണീറ്റ് നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയായ ബാൻഫിൻ്റെ ഗണ്ടോള റോക്കി മൗണ്ടൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പോക്കാണിന്ന്. നമ്മളപ്പം റോക്കി മൗണ്ടൻ്റെ മേളിലെത്തുന്ന ഈസിയസ്റ്റ് മാർഗ്ഗമായ ഗണ്ടോള യൂസ് ചെയ്താണ് നമ്മളിന്ന് പോകുന്നത്. നമുക്കെല്ലാവർക്കും കൂടെ അപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പം നിങ്ങളൊക്കെ കണ്ടില്ലേ, ആ പോകുന്ന ക്യാബിനിൽ കയറിയാണ് അല്ലെങ്കിൽ റോപ്പ് വേ കയറിയാണ് നമ്മൾ മേളിൽ പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ അകത്തോട്ട് പോയി ഇവിടെ വെച്ച് നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം. ഓൾമോസ്റ്റ് ആവറേജ് $60 പെർ പേഴ്സൺ നമുക്ക് ടിക്കറ്റിൻ്റെ ചാർജ് ആകുന്നത്. അത് പക്ഷേ സീസൺ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല ഇവിടെ ഈ ക്യാബിൻ നിങ്ങൾ കണ്ടില്ലേ, ഈ ക്യാബിനകത്ത് ആക്ച്വലി നമുക്ക് ഒന്നെങ്കിൽ ലൈക്ക് നോർമൽ പീപ്പിൾ നമുക്ക് 6 ആൾക്കാർക്ക് പോകാം, അല്ലെങ്കിൽ 8 ആൾക്കാർക്ക് പോകാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ആയിട്ട് പോകാം, അതല്ല കപ്പിൾസിന് മാത്രം പോകണമെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനും ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ഇവിടെ പേടിയുള്ളവരും പേടിയില്ലാത്തവരും എല്ലാവരും ഒരുമിച്ച് മിക്സ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്ക് മേലോട്ട് പോകാം. ലെറ്റ്സ് സീ വാട്ട് വി ഗോണ സീ. ഹലോ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ നമ്മുടെ അടുത്ത സ്പോട്ടായ ഗണ്ടോളയിൽ എത്തിയിട്ടുണ്ട്. ഇത് ബാൻഫ് ഗണ്ടോള അല്ലെങ്കിൽ സഫർ മൗണ്ടൻ. നമ്മുടെ നാട്ടിലെ ജഡായി പാറയില്ലേ, അത് ഓൾമോസ്റ്റ് 1200 feet എബോവ് ഗ്രൗണ്ട് ആണ്. പക്ഷേ നമ്മൾ ഈ നിൽക്കുന്ന ഇപ്പോൾ ഓൾമോസ്റ്റ് 7500 feet എബോവ് ആണ്. അപ്പോൾ നീ ഊഹിക്കാമല്ലോ എന്തുമാത്രം തണുപ്പായിരിക്കും ഇവിടെ നിന്ന്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സൾഫർ മൗണ്ടൻ എന്ന് ഇവിടെ പറയും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി സൾഫർ കണ്ടൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നമ്മൾ ഹൈക്ക് ചെയ്ത് നമ്മൾ അപ്പുറത്തെ മൗണ്ടനിലേക്ക് നമുക്ക് പോകണം. അതിന് സ്റ്റെപ്പൊക്കെ ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ലെറ്റ്സ് എൻജോയ് ദിസ് വ്യൂ.
നമ്മളിപ്പം നടന്ന് നമ്മൾ ഇപ്പുറത്തെ മൗണ്ടൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ബാൻഫ് ടൗൺ നമ്മൾ താമസിക്കുകയൊക്കെ ചെയ്യുന്ന അവിടെയാണ്, നല്ല വൃത്തിയായിട്ട് കാണാം. ഇതേ സമയം നല്ല ക്ലൈമറ്റുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഹൈക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നന്നായിട്ട് നടന്നു. ആക്ച്വലി ഈ തണുപ്പ് നടക്കാനൊക്കെ ഭയങ്കര പാടാണ് കുഞ്ഞിനെയും കൊണ്ടൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങ് നമ്മൾ വന്നിടത്ത് നമ്മൾ ടോപ്പിൽ വന്നു. പക്ഷേ ഇവിടെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കോഫി ഇവിടെ തന്നെ ബ്രൂ ചെയ്യുന്ന നല്ല അടിപൊളി ഒരു കോഫി ഷോപ്പുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു സ്കൈ ബിസ്ട്രോ റെസ്റ്റോറൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബുക്ക് ചെയ്ത് ഇവിടെ നമുക്ക് വ്യൂ ഒക്കെ കണ്ട് നല്ലൊരു സർക്കിളായിട്ടാണ് ഇതിൻ്റെ സെറ്റപ്പ് ഒക്കെ. അപ്പോൾ നമുക്ക് എവിടെ സൈഡിൽ നമുക്ക് ഫുൾ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാം. മാത്രമല്ല ഇവിടെ വന്നിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്, ഇവിടെ ആക്ച്വലി ഈ ഇവൻറ്റ്സ് ഒക്കെ നടക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലും ഇല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്നൊക്കെ. അതുമാതിരി ഇവിടെ ആക്ച്വലി ഒരു മാരേജ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, എത്ര നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ ഒരു മാരേജ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് നമുക്ക് ആക്ച്വലി ആക്സസിബിൾ അല്ല, അതൊരു ക്ലോസ് ചെയ്തേക്കാണ്. പക്ഷേ അങ്ങനെ താല്പര്യമുള്ളവർക്കും ഇവിടെ വന്ന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അത് മാത്രമല്ല ഇവിടെ ഒരു ചെറിയൊരു തിയേറ്റർ നമ്മൾ കണ്ടു. ആ തിയേറ്ററിൽ ആക്ച്വലി ബാൻഫിൻ്റെ തുടക്കം മുതലുള്ള എങ്ങനെയാണെന്ന് ഇവിടെ എങ്ങനെയായിരുന്നു പണ്ടെന്നും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു ക്യുക്കായിട്ടൊരു 7 മിനിറ്റ് വീഡിയോയിൽ കാണിക്കാം. ഇവിടെ ഒത്തിരി ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് പോകുന്നതിന് ഇവിടെ ഒരു 7 ഇയർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് വാങ്ങിച്ചു. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഗണ്ടോളയുടെ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു, അതാണ് മെയിൻ കാര്യം. എല്ലാവരും നല്ല ടയർഡാണ്. നമ്മളിവിടെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്തു. നമ്മളിനി താഴോട്ട് പോവുകയാണ്. താഴെ പോയി ഇനി എല്ലാം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ വണ്ടിയായിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോവുകയാണ്. ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇവിടെ വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നോർത്തേൺ ലൈറ്റ്സ് കാണാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ സ്പെഷ്യൽ പാക്കേജസും അവൈലബിൾ ആണ്. ഇപ്പോൾ ഒന്നും അവർ ഡിസ്ക്ലോസ് ചെയ്തില്ല, പക്ഷേ വിൻ്ററിൻ്റെ സമയമാകുമ്പോൾ അതെല്ലാം കാണുമെന്നാണ് അവർ പറയുന്നത്. അതിൽ റൈഡും ഈ ഹോട്ടലും എല്ലാം കൂടെ ഒക്കെ ചേർത്ത് നമുക്ക് ഒരുമിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആക്ച്വലി നമ്മളെല്ലാം ഇൻഡിവിജ്വലായിട്ട് പേ ചെയ്തുകൊണ്ട് ഒത്തിരി പൈസ ഇവിടെ സ്പെൻഡ് ആവും. അപ്പം നിങ്ങൾ വരുമ്പോൾ ഇച്ചിരി കൂടെ ഒക്കെ പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനത്തെ ടൈമൊക്കെ നോക്കി സ്പെഷ്യൽ പാക്കേജസ് ഒക്കെ നോക്കി തന്നെ വരണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗണ്ടോളയുടെ എക്സ്പീരിയൻസ്. അപ്പം ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ അടുത്ത സെക്കൻഡ് ആക്ടിവിറ്റി ഉണ്ട് ഇവിടുത്തെ. അതൊരു ജോൺസൺ കാനിയോൺ ട്രെയിലാണ്. അത് നല്ല അടിപൊളിയായിരിക്കും. വാട്ടർഫാൾസ് ഒക്കെയാണ്, സൂപ്പറായിരിക്കും. അപ്പം നമുക്ക് നാളെ കാണാം. അതുവരെ ഇറ്റ്സ് ബൈ ഫ്രം ടേസ്റ്റി ടാക്ക്. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു like, share and subscribe for this Mallu. Thank you.